സോ ഇലക്ട്രിക്കൽ മെഷീൻസിന്റെ ഫസ്റ്റ് ടോപ്പിക് ഫസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോയേ നിങ്ങൾ ഓക്കെ. നിങ്ങളുടെ ഈ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇൻ ദ റിട്ടാർഡേഷൻ ടെസ്റ്റ് ഓൺ എ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി എക്സൈറ്റഡ് മോട്ടർ ചോദിച്ച ക്വസ്റ്റ്യൻ ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലെ ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് fall from 220 volt to 190 volt in 30 seconds on removing the armature from the supply. The same fall takes place in 20 seconds if immediately after disconnection the armature is connected to a resistance of 10 ampere during this fall. Then the stray losses of the motor. അതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഇപ്പൊ എന്താണ് ഈ stray loss എന്ന് പറയുന്നത്, എന്താണ് ഈ റിട്ടാർഡേഷൻ ലോസ് എന്ന് പറയുന്നത് നോക്കാം. സോ റിട്ടാർഡേഷൻ അഥവാ റണ്ണിംഗ് ഡൗൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ദിസ് ടെസ്റ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഷണ്ട് മോട്ടർ. ഓർത്തുവയ്ക്കുന്ന പോയിന്റ് ആണ്. ഷണ്ട് മോട്ടോഴ്സ് ആൻഡ് ജനറേറ്റേഴ്സ് ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡ് വാട്ട്, എന്താണ് സ്ട്രേ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ്. എന്താണ് ഈ സ്ട്രേ ലോസ് എന്ന് പറഞ്ഞാൽ? ബട്ട് സ്ട്രേ ആരൊക്കെ ചേർന്നാണ് സ്ട്രേ ലോസ് എന്ന് പറഞ്ഞാൽ? സ്ട്രേ ലോസ് ഈസ് ദ സമേഷൻ ഓഫ് ആരൊക്കെയായിരിക്കും? മാഗ്നറ്റിക് ആൻഡ് ആരൊക്കെയാ? മാഗ്നറ്റിക് ആൻഡ് മെക്കാനിക്കൽ ലോസ്. ഇവ രണ്ടുപേരും കൂടെ ചേർന്നതായിരിക്കും നമ്മളുടെ ആരെന്ന് പറയുന്നത് സ്ട്രേ ലോസ് എന്ന് പറയുന്നത്. അപ്പം മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ആൻഡ് വിൻറ്റേജ് ലോസ് വരും. മാഗ്നറ്റിക് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ലോസ് ആണ്. അപ്പൊ ഈ സ്ട്രേ ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ലോസ് ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും റിട്ടാർഡേഷൻ ഓർ റണ്ണിംഗ് ഡൗൺ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു is applicable to shunt motors and generators and is used for find the ഇതായിരിക്കും stray losses ആണ്. Then knowing the ഇപ്പൊ നമുക്ക് stray loss അറിയാമെങ്കിൽ നമുക്ക് armature copper loss, armature and shunt copper loss at a given load current efficiency can be calculated. ഈ മെഷീന്റെ ഈ റിട്ടാർഡേഷൻ ടെസ്റ്റിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ the machine under test is speeded up slightly beyond its normal speed അല്ലെ, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ആൻഡ് ദെൻ സപ്ലൈസ് കട്ട് ഓഫ് ഫ്രം ദ ആർമേച്ചർ വൈൽ കീപ്പിംഗ് ദ ഫീൽഡ് എക്സൈറ്റഡ്. അതായത് അറിയാലോ, ജസ്റ്റ് അതിന്റെ പോയിന്റ്സ് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. പിന്നെ അത് എന്താ പറയുക, അങ്ങനെ നമ്മൾ മെഷീൻ ഒരു റേറ്റഡ് സ്പീഡ് അബോവായിട്ട് നമ്മൾ കറക്കിയ ശേഷം അതിന്റെ ആർമേച്ചറിനുള്ള സപ്ലൈ നമ്മൾ കട്ട് ഔട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതായത് അതിനുശേഷം നമ്മൾ ഇതായിരിക്കും ഫീൽഡ് റിമെയിൻ എക്സൈറ്റഡ് കണ്ടീഷൻ തന്നെ ആയിരിക്കും. അങ്ങനെ അതിന്റെ ഫലമായിട്ട് എന്തായിരിക്കും ആർമേച്ചർ സ്ലോ ഡൗൺ ആവും. ആ സ്ലോ ഡൗൺ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? That's total and kinetic energy is used to meet the rotation loss. അതായത് ഫ്രിക്ഷൻ വിൻറ്റേജ് ആൻഡ് അയൺ ലോസ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ, ഒരു എക്സാമിന് ചോദിക്കുന്നത് വെച്ചാൽ, ഇതിന്റെ ഒരു സെയിം തന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മളുടെ തിരഞ്ഞെടുത്ത ടെസ്റ്റിൽ കിടപ്പുണ്ടായിരുന്നു. In a retardation test on a separately excited motor, the induced EMF in the armature falls from 200 volt 200 volt to 190 volt in 30 seconds on disconnecting the armature from the supply. അതായത് നമുക്ക് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയത് റിട്ടാർഡേഷൻ ടെസ്റ്റ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഫാൾസ് ഫ്രം 200 വോൾട്ട് ടു 190 വോൾട്ട് ഇൻ 30 സെക്കൻഡ്സ്. അപ്പോൾ T1 ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും വരിക? T1 ഈസ് ഈക്വൽ ടു 30 സെക്കൻഡ്സ് ആണ്. The same fall takes place in 20 seconds. അതായത് നമ്മൾ T2 എന്ന് വിളിച്ചു. T2 is equal to 20 seconds if immediately after disconnecting armature is connected to a resistance which takes a current of 10 ampere. Therefore average current എന്ന് പറയുന്നത് നമുക്ക് 10 ampere നമുക്ക് തന്നിട്ടുണ്ട്. Find the stray loss. അപ്പം stray loss കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. W divided by W dash is equal to T2 divided by T1 minus T2. W divided by W dash is equal to T2 divided by T1 minus T2. ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് W എന്ന് പറയുന്നത് സ്റ്റൈൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. W ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? W ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ പവർ അബ്സോർബ്ഡ് ആണ്. അതായത് ആവറേജ് നമുക്ക് 2 വോൾട്ട് തരുന്നത്. അതായത് റിട്ടാർഡേഷൻ ടെസ്റ്റ് സമയത്ത് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ എത്രയ്ക്ക് മാറി? 200 വോൾട്ടിൽ നിന്ന് 190 വോൾട്ടിലേക്ക് മാറി. അപ്പം അതിന്റെ പവർ അബ്സോർബ്ഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും വരിക? പവർ അബ്സോർബ്ഡ് ഈസ് ഈക്വൽ ടു V ഇൻറ്റു I ആണ്. ഇവിടെ പറയുമ്പോൾ വി എത്ര ആയിരിക്കും വരിക? വി എന്ന് പറയാൻ 200 ടു 190 വോൾട്ട്. അപ്പൊ അതിന്റെ ആവറേജ് എടുക്കുക. 200 ടു 190 എന്ന് പറയുമ്പോൾ 200 പ്ലസ് 190 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ അതിന്റെ ആവറേജ് വോൾട്ട് നമുക്ക് 195 വോൾട്ട് കിട്ടും. അതിന്റെ ആവറേജ് കറണ്ട് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? അപ്പം നമുക്ക് ആവറേജ് കറണ്ട് തന്നിട്ടുണ്ട്. എത്ര ആയിരിക്കും വരിക? 10 ആംപിയർ. സോ 195 ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് 1950 വാട്ട് നമുക്ക് പവർ അബ്സോർബ്ഡ് കിട്ടും. പിന്നെ നമുക്ക് എന്തായിരിക്കും വരിക? ഇതിന്റെ റിലേഷൻ എന്താ? W ഡിവൈഡ് ബൈ W ഡാഷ് ഇസ് ഈക്വൽ ടു T2 ഡിവൈഡ് ബൈ T1 മൈനസ് T2. നമുക്ക് എന്താ? T2 നമുക്കറിയാം T2 ഇസ് ഈക്വൽ ടു 20 ആണ്. T1 എത്ര ആയിരിക്കും വരിക? 30 ആണ്. T2 എത്ര ആയിരിക്കും വരിക? 20 ആണ്. അപ്പം W ഡാഷ് നമുക്ക് എത്ര? 1950 കിട്ടും. അപ്പോൾ 1950 ഇൻറ്റു T2 ഡിവൈഡ് ബൈ T1 മൈനസ് T2 അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് 3900 വാട്ട്സ് നമുക്ക് ആൻസർ കിട്ടും. സോ ഇത്
ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് എന്തായിരിക്കും വരിക, ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് നമ്മളെ KCB എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇത് റിട്ടാർഡേഷൻ ടെസ്റ്റ് ഓൺ എ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടർ. ദി ഇൻഡ്യൂസ്ഡ് EMF in the armature falls from 220 volt to 190 volt in 30 seconds. അപ്പോൾ T1 is equal to 30 seconds on removing the armature to supply. The same fault takes place in 20 seconds. അപ്പോൾ T2 is equal to 20 seconds if immediately after disconnection of the armature connected to a resistance which takes 10 ampere current during its fall. അപ്പം current I is equal to നമുക്ക് 10 ampere കിട്ടുന്നുണ്ട്. ഇത് സ്റ്റൈൽ ലോസ് ചോദിച്ചിരിക്കുന്നു. നമ്മൾ ഇക്വേഷൻ നമ്മൾ മുന്നേ പഠിച്ച W ഡിവൈഡഡ് ബൈ അല്ലെ W ഡാഷ് is equal to അല്ലെ W ഡിവൈഡഡ് ബൈ W ഡാഷ് is equal to എന്താ പറഞ്ഞേക്കുന്നത്, ഓക്കെ, T2 ഡിവൈഡഡ് ബൈ T2 ഡിവൈഡഡ് ബൈ T1 മൈനസ് T2. അപ്പൊ W ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, W ഡാഷ് is equal to പവർ അബ്സോർബ്ഡ് ആണ് അല്ലെ, പവർ അബ്സോർബ്ഡ് ആണ്, പവർ അബ്സോർബ്ഡ് ക്ലോസ് റെസിസ്റ്റർ. അപ്പം എന്തായിരിക്കും ദാറ്റ് ഈസ് ഈക്വൽ ടു V ഇൻറ്റു I ആണ്. അപ്പോൾ V എത്ര ആയിരിക്കും വരിക, നമുക്ക് V1 ആവറേജ് എടുക്കാം, എത്ര 220 പ്ലസ് 195 ഡിവൈഡഡ് ബൈ 2, ഇതാണ് V എന്ന് പറയുന്നത്, ഇൻറ്റു I എത്ര കിട്ടും, നമുക്ക് 10 കിട്ടും. അപ്പോൾ ഇത് ചെയ്ത് നോക്കാം, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, സെയിം വാല്യൂ തന്നെ അല്ലേ, 220 പ്ലസ് 195 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടുന്നുണ്ട്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. 225 പ്ലസ് 220 അല്ലെ, പ്ലസ് 190 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 205 വോൾട്ട് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 205 വോൾട്ട് ഇൻറ്റു 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 2050 വാട്ട്സ് എന്ന് കിട്ടണം. അപ്പൊ നമുക്ക് എന്തായിരിക്കും വരുന്നത്, അപ്പോൾ W ഡാഷ് ഈസ് ഈക്വൽ ടു 2050 വാട്ട്സ് കിട്ടി. അപ്പോൾ W ഈസ് ഈക്വൽ ടു 2050 ഇൻറ്റു T2 എത്ര ആയിരിക്കും വരിക, 20 ഡിവൈഡ് ബൈ T1 മൈനസ് അല്ലെ T2 ഡിവൈഡ് ബൈ ഇക്വേഷൻ തന്നിരിക്കുന്നത് T2 ഡിവൈഡ് ബൈ T1 മൈനസ് T2 അല്ലെ. T2 എത്ര 20 ഡിവൈഡ് ബൈ T1 എത്ര ആയിരിക്കും വരിക, 30 മൈനസ് 20 എത്ര കിട്ടും നമുക്ക്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2050 ഇൻറ്റു 20 ഡിവൈഡ് ബൈ 10 വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിട്ട് നമുക്ക് 00 കട്ട് ചെയ്ത് പോകും. 2050 ഇൻറ്റു ദാറ്റ് ഈസ് ഈക്വൽ ടു 4100 വാട്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ വളരെ എളുപ്പമാണ്, ഓർത്ത് വയ്ക്കുക, രണ്ട് ടൈം നമ്മൾ എടുത്ത് വയ്ക്കുക. അപ്പം W ഡിവൈഡഡ് ബൈ W ഡാഷ് ഈസ് ഈക്വൽ ടു T2 ഡിവൈഡഡ് ബൈ T1 മൈനസ് T2 എന്ന് പറഞ്ഞ ഈക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത്. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഇല്ല സർ. ഓക്കെ ക്ലിയർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയത് നിങ്ങളുടെ KCBAയുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇഫ് ദ അപ്ലൈഡ് വോൾട്ടേജ് ഓഫ് എ സർട്ടൺ ട്രാൻസ്ഫോമർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 10%, 50% അല്ലെ, വോൾട്ടേജ് ഇൻക്രീസ്ഡ് ബൈ 50%, 1.5 കൊടുക്കാം. ആൻഡ് ദ ഫ്രീക്വൻസി ഇസ് റെഡ്യൂസ്ഡ് ബൈ എത്ര ആയിരിക്കും വരിക, 0.5, അതായത് 50% അല്ലെ. വോൾട്ടേജ് ഇൻക്രീസ്ഡ് ബൈ 50% ആൻഡ് ഫ്രീക്വൻസി reduced by 50%. The maximum flux density equation ആയിരിക്കും വരിക, ഫ്ലക്സ് ഡെൻസിറ്റി is equal to V by F ആണ് അല്ലെ, V by F ആണ്. അപ്പോൾ ഇതായിരിക്കും വരിക, വോൾട്ടേജ് ഇൻക്രീസ്ഡ് ബൈ 1.5 ടൈംസ് ആവുന്നുണ്ട്, ഫ്രീക്വൻസി എത്ര ആയിരിക്കും വരിക, 0.5 ടൈംസ് 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 ഡിവൈഡ് ബൈ 0.5 നമുക്ക് 3 ടൈംസ് ദ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് കിട്ടും. സോ ഓപ്ഷൻ ഡി വരും. അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, ഫ്ലക്സ് ഡെൻസിറ്റി ഇസ് നത്തിങ് ബട്ട് ബി മാക്സ് എന്ന് പറയുന്നത് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡ് ബൈ ഫ്രീക്വൻസി റേഷ്യോ ആണ് പറയുന്നത് നമ്മൾ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കേണ്ട ഒരു പോയിന്റ് ആണ്. ക്ലിയർ അല്ലേ? The eddy current loss of a transformer is 150 volt 60 hertz is 175. What will be the eddy current of losses if frequency has reduced to 30 hertz at 50 volt? Sorry, 150 volt. നമുക്കറിയാം ട്രാൻസ്ഫോമറിന്റെ രണ്ട് കോർ ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആരൊക്കെയായിരിക്കും ഇവിടെ, എഡി കറണ്ട് ലോസ് ഉണ്ട്, ഹിസ്റ്റെറിസിസ് ലോസ് ഉണ്ട്. എന്താ എഡി കറണ്ട് ലോസിന്റെ ഇക്വേഷൻ പറ, K ഇൻറ്റു BM സ്ക്വയർ F സ്ക്വയർ T അല്ലെ, BM സ്ക്വയർ F സ്ക്വയർ പറ, എന്താ ഇക്വേഷൻ, K ഇൻറ്റു അതെ. അപ്പം ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്, ഇവിടെ നമുക്ക് വോൾട്ടേജ്
വോൾട്ടേജ് കോൺസ്റ്റന്റ് അല്ലേ, 150 വോൾട്ടും ഇവിടെ രണ്ട് കേസിൽ നമുക്ക് എന്തായിരിക്കും വരിക, വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. പക്ഷെ നമുക്ക് ഇവിടെ എന്താ മാറുന്നത്, ഫ്രീക്വൻസി മാറണം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കി ഈ ഒരു കേസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൽ എന്തായിരിക്കും ഇതിനകത്ത് ആൻസർ, ഒരാൾക്കും പറയാമോ? ആൻസർ എന്തായിരിക്കും വരിക ഈ ക്വസ്റ്റ്യന്റെ? 175. അതെങ്ങനെയാ സെയിം വന്നിരിക്കുന്നത്, തന്നെ. എങ്ങനെയാ വരുന്നത്? കോൺസ്റ്റന്റ് വോൾട്ടേജിൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എഡി കറന്റ് ലോസ് മാത്രമേ ചേഞ്ച് ചെയ്യോ, അല്ല ഹിസ്റ്ററിസിസ് മാത്രമേ ചേഞ്ച് ചെയ്യൂ, എഡി കറന്റ് ലോസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അത് എങ്ങനെ ആയിരിക്കും വരിക നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ്. അത് നോക്കിയപ്പോ എഡി കറന്റ് ലോസ് പ്രൊപ്പോർഷണൽ ടു നമുക്ക് എഴുതാൻ പറ്റും. എന്തായിരിക്കും വരിക, ബി എം സ്ക്വയർ എഫ് സ്ക്വയർ നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് എന്തായിരിക്കും വരിക, ബി എം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബി എം ഈസിക്കൽ നമ്മൾ മുന്നേ പറഞ്ഞ് ഫ്ലക്സ് ഡെൻസിറ്റി ഈസിക്കൽ എന്തായിരിക്കും വരിക, ബി ബൈ എഫ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പം ബി എം നമുക്ക് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എഫ് അല്ലെ, ടു എഫ് സ്ക്വയർ എന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, therefore ഫ്രീക്വൻസി ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ എഡി കറന്റ് ലോസ് പ്രൊപ്പോർഷണൽ ടു വി സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ആണ്. കാര്യം രണ്ട് കേസിലും വോൾട്ടേജും എന്തായിരിക്കും വരിക, കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഇനി നോക്കി ഹിസ്റ്റഡിസ് ലോസ് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, ഹിസ്റ്റഡിസ് ലോസ് പ്രൊപ്പോർഷണൽ ടു നമുക്കിവിടെ ബി എം റൈസ് ടു 1.6 എന്നാണ് പറയുന്നത്. 1.6 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, നമുക്കത് 1.5 കൂടുതലായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് ബി എം സ്ക്വയർ എന്ന് ഞാൻ വിളിക്കുകയാണ്, ഇൻറ്റു എഫ് എന്ന് പറയാം. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് ഈക്വൽ ടു വി അല്ലെ, വി ബൈ എഫ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ എഫ് സ്ക്വയർ ഇൻറ്റു എഫ് എന്ന് പറയാൻ പറ്റും. അപ്പം ഹിസ്റ്റഡിസ് ലോസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും വരിക, ഫ്രീക്വൻസി നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നോക്കിയേ, സെയിം വോൾട്ടേജ് സെയിം, ഫ്രീക്വൻസി മാറുകയാണെങ്കിൽ നമുക്ക് പറയാം, ഫ്രീക്വൻസി ഡിഫറൻറ്റ് ആണെങ്കിൽ 150 വോൾട്ട് രണ്ട് കേസിലും വോൾട്ടേജ് സെയിം ആണ്, പക്ഷെ ഫ്രീക്വൻസി എന്തായിരിക്കും വരിക, ഫ്രീക്വൻസി രണ്ട് കേസിലും ഡിഫറൻറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ടോട്ടൽ കോർ ലോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക, അയൺ ലോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഡി കറന്റ് ലോസ് പ്ലസ് ഹിസ്റ്റഡിസ് ലോസ് ആണ്. അപ്പൊ ഈ കണ്ടീഷനിൽ എഡി കറന്റ് എന്തായിരിക്കും വരിക, എഡി കറന്റ് ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് അല്ലെ, ആൻഡ് ഹിസ്റ്റഡിസ് ലോസ് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും വരിക, അറ്റ് കോൺസ്റ്റന്റ് ഫ്രീക്വൻസി, അറ്റ് കോൺസ്റ്റന്റ് വോൾട്ടേജ്, അറ്റ് വേരിയബിൾ ഫ്രീക്വൻസി എന്തായിരിക്കും വരിക, എഡി കറന്റ് ലോസ് റിമെയിൻസ് കോൺസ്റ്റന്റ്, പക്ഷേ ഹിസ്റ്റഡിസ് ലോസ് എന്തായിരിക്കും വരിക, ഹിസ്റ്റഡിസ് ലോസ് ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ ഹിസ്റ്റഡിസ് ലോസ് സംഭവിക്കും, ഹിസ്റ്റഡിസ് ലോസ് കുറയും നമുക്ക് പറയാൻ പറ്റും. സോ ആൻഡ് നമുക്ക് ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, എഡി കറന്റ് ലോസ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് അറ്റ് 150 വോൾട്ട് 60 ഹെർട്സ് ഈസ് 175 വോൾട്ട്, സോറി 125 വാട്ട്. വാട്ട് വിൽ ബി ദ എഡി കറന്റ് ലോസ് ഇത് ഫ്രീക്വൻസി ഹാസ് റെഡ്യൂസ്ഡ് ടു 30 ഹെർട്സ്, ഫ്രീക്വൻസി 30ലേക്ക് വന്നു, പക്ഷേ എന്തായിരിക്കും വരിക, വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എഡി കറന്റ് ലോസ് റിമെയിൻസ് എന്തായിരിക്കും വരിക, അൺഅഫക്റ്റഡ്, 175 വാട്ട് ആയിരിക്കും വരുന്ന ആൻസർ. ഡൗട്ട് ഉണ്ടോ ഇത് ചോദിക്കുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എഡി കറന്റ് ലോസിനകത്ത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇല്ല സർ, മനസ്സിലായി. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒബ്സർവേഷൻ, നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നോക്കിയ ഫ്രീക്വൻസിക്ക് മാറ്റം വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഒബ്സർവേഷൻ മാറും. സോ അതുകൊണ്ട് എന്തായിരിക്കും പറയുന്നത്, ഇവിടെ നമ്മൾക്ക് ഫ്രീക്വൻസി നമ്മൾ വിചാരിക്കും ഫ്രീക്വൻസി പറയുമ്പോൾ എഡി കറന്റ് ലോസ് കുറയത്തില്ലേ എന്നുള്ളൊരു കാര്യം നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെയൊന്നും തോന്നരുത്, സെയിം വോൾട്ടേജ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ വെച്ചിട്ടാണ് നിങ്ങൾ ആൻസർ ചെയ്യുന്നത്. ക്ലിയർ ആണെങ്കിൽ അറിയാലോ, ഈ ത്രീ ഫേസ് 50 ഹെർട്സ് ഇൻഡക്ഷൻ മോട്ടോർ ഹാസ് എ ഫുൾ ലോഡ് സ്പീഡ് ഓഫ് എത്ര ആയിരിക്കും വരിക, എൻ ഈസ് ഈക്വൽ ടു 1440 RPM. ദ മെഷീൻ ഇസ് റണ്ണിങ് അറ്റ് ദിസ് കണ്ടീഷൻ, വാട്ട് വിൽ ബി ദ റോട്ടർ സ്ലിപ്പ് ആൻഡ് റോട്ടർ ഫ്രീക്വൻസി. ഓക്കെ, റോട്ടർ സ്ലിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, എസ് ഈസ് ഈക്വൽ ടു എൻ എസ് മൈനസ് എൻ ഡിവൈഡഡ് ബൈ എൻ എസ് ഇൻറ്റു 100 എന്ന് ചെയ്ത് നോക്കി എന്താ വരുന്ന ആൻസർ, ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ എസ് എത്ര ആയിരിക്കും വരിക, 120 F/P അല്ലെ. എൻ എസ് ഈസ് ഈക്വൽ ടു 120 F/P ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് തന്നിട്ടില്ല, പറയാൻ എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ നമ്മുടെ കാര്യം, നമ്മൾ റോട്ടറിന്റെ സ്പീഡ് 1400 ആണെങ്കിൽ 1440 ആണെങ്കിൽ സിഗ്നലിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും വരിക, 1500 RPM ആണ്. ഇതൊക്കെ നമുക്ക് തോന്നണം ആ സമയത്ത്. അപ്പൊ എന്തായിരിക്കും വരുന്നത്, സ്ലിപ്പ് എസ് സി സിക്കുള്ള നമുക്ക് 1500 മൈനസ് 1440 ഡിവൈഡ് ബൈ 1500 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, സ്ലിപ്പ് നമുക്ക് 4% കിട്ടത്തില്ലേ, സ്ലിപ്പ് 4% കിട്ടും. പിന്നെ നമുക്കറിയാം, നമുക്കെന്ത് ചോദിച്ചിരിക്കുന്നത്, വാട്ട് വിൽ ബി ദ റോട്ടർ സ്ലിപ്പ്, അത് കഴിഞ്ഞു. റോട്ടർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക, റോട്ടർ ഫ്രീക്വൻസി എഫ് ഡാഷ് ഈസിക്കുള്ള എന്തായിരിക്കും വരിക, എസ് ഇൻറ്റു എഫ് ആയിരിക്കും വരിക. അപ്പം എസ് എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് 4% ആണ് അല്ലെ, അതിൽ 0.4 ഇൻറ്റു 50 ഇത്ര ചെയ്യുമ്പോൾ നമുക്ക് 2 ഹെർട്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ നോക്കിയേ, അപ്പം ഇൻഡക്ഷൻ മെഷീൻസിന്റെ കേസിൽ ഓർത്ത് വയ്ക്കുക, നമ്മൾ റോട്ടർ സൈഡിൽ ഫ്രീക്വൻസി വളരെ കുറവാണ്. സ്റ്റേറ്ററിന്റെ ഫ്രീക്വൻസി 50 ഹെർട്സും റോട്ടറിന്റെ ഫ്രീക്വൻസി 2 ഹെർട്സ് ആണ്. അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ എന്തായിരിക്കും ഒരു റോട്ടർ കോർ ലോസ്, അത് റോട്ടറിനുണ്ടാവുന്ന കോർ ലോസ് നെഗ്ലിജിബിൾ ആണ്. എവിടെ ആയിരിക്കും, ഇൻഡക്ഷൻ മെഷീൻസിന്റെ കേസിൽ. അവിടുന്ന് കാര്യം റോട്ടറിന്റെ ഫ്രീക്വൻസിയുടെ വില ഭയങ്കര കുറവാണെന്നൊരു കാര്യം കൂടി നമ്മൾ ഓർത്ത് വയ്ക്കുക ആസ് കമ്പയർഡ് ടു സ്റ്റേറ്റർ. ഓക്കെ അല്ലേ?
An alternator has 18 slots per pole. അതിന്റെ ആൻസർ പറ എന്തായിരിക്കും വരിക? Slots per pole and the first എന്താ പറയുന്നത്, and the first coil lies in slot 1 and slot 16. Then the pole pitch for third harmonics is. Pole pitch indication എന്താ? എന്താ വ്യത്യാസം? Pole pitch indication Kp is equal to പറ. Pole pitch for third harmonic ആണ്. പറയൂ. Cos Cos 3 alpha by Cos Kp is equal to cos of n alpha by n 2. That is equal to നമുക്ക് cos of ഇവിടെ എന്ന് പറഞ്ഞാൽ 3 ആൽഫ ബൈ 2 ആണ്. എന്തായിരിക്കും വരിക? ആൽഫ എന്ന് പറഞ്ഞാൽ. ആൽഫ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? നമുക്കറിയാം ആൾട്ടർനേറ്റർ തന്നിരിക്കുക എന്തായിരിക്കും വരിക? സ്ലോട്ട്സ് പെർ പോൾ. സ്ലോട്ട്സ് പെർ പോൾ വന്നിട്ടുണ്ട് എത്ര? സ്ലോട്ട്സ് പെർ പോൾ ഈസ് ഈക്വൽ ടു 18. അടുത്ത എന്ത് പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് കോയിൽ ലൈസ് ഇൻ സ്ലോട്ട് 1 ആൻഡ് സ്ലോട്ട് 6. അപ്പോൾ അതായിരിക്കും വരിക കോയിൽ സ്പാൻ കണ്ടുപിടിക്കണം. കോയിൽ സ്പാൻ ഈസ് ഈക്വൽ ടു എത്ര? നമുക്ക് 16 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 15 വരും. 15 സ്ലോട്ട്സ് ആണ് നമുക്ക് ഇതായിരിക്കും വരിക കോയിൽ സ്പാൻ എന്ന് പറയുന്നത്. Then number of empty slots. Number of empty slots എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും വരിക? Number of empty slots is equal to 18 അല്ലെ? സ്ലോട്ട്സ് പെർ പോൾ എത്ര? 18 മൈനസ് കോയിൽ സ്പാൻ എത്ര ആയിരിക്കും വരിക? 15. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 3 സ്ലോട്ട്സ് ആയിരിക്കും നമുക്ക് നമ്പർ ഓഫ് എംപ്റ്റി സ്ലോട്ട്സ് എന്ന് പറഞ്ഞാൽ. Therefore ആൽഫ ഈസ്, ഈ ഇക്വേഷനൊക്കെ അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഈ സെയിം സാധനം ഒരുപാട് എക്സാമിൽ റിപ്പീറ്റഡ് ആണ്. ആൽഫ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? ആൽഫ ഈസ് ഈക്വൽ ടു 180 ഇൻറ്റു എന്താ? നമ്പർ ഓഫ് എംപ്റ്റി സ്ലോട്ട്സ് അല്ലെ? നമ്പർ ഓഫ് എംപ്റ്റി സ്ലോട്ട്സ് ഡിവൈഡഡ് ബൈ എന്താ? ഡിവൈഡഡ് ബൈ സ്ലോട്ട്സ് പെർ പോൾ. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഇൻറ്റു നമ്പർ ഓഫ് എംപ്റ്റി സ്ലോട്ട്സ് എത്ര ആയിരിക്കും വരിക? 3 അല്ലെ? 3 ഡിവൈഡഡ് ബൈ സ്ലോട്ട്സ് പെർ പോൾ എത്ര ആയിരിക്കും വരിക? 18 വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഈസ് ഈക്വൽ ടു 30 കിട്ടും. Therefore നമുക്ക് എന്തായിരിക്കും വരിക? Therefore Kp is equal to ഇങ്ങനെ പറയാൻ പറ്റും. Kp is equal to cos of n എത്ര ആയിരിക്കും പറയുന്നത്? തേർഡ് ഹാർമോണിക് ആണ് അല്ലെ? 3 ഇൻറ്റു ആൽഫ എത്ര? 30 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു cos 45 ഡിഗ്രി ദാറ്റ് ഈസ് 0.707. സോ ഓപ്ഷൻ ബി ആയിരിക്കും വരുന്നത്. സോ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എക്സാമിന് ഇപ്പം ഇപ്പോഴത്തെ അനുസരിച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ട് അവർ ചോദിക്കുന്നുണ്ട്. സോ നമ്മൾ ഓർത്ത് വയ്ക്കുക ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യുന്നുള്ളത്. ആൽഫ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 180 ഇൻറ്റു നമ്പർ ഓഫ് എംപ്റ്റി സ്ലോട്ട്സ് ഡിവൈഡ് ബൈ സ്ലോട്ട്സ് പെർ പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സ്ലോട്ട്സ് പെർ പോൾ തന്നിട്ടുണ്ട്, നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. പിന്നെ കോയിൽ സ്പാൻ കണ്ടുപിടിക്കുക. അവർ പറയുന്നത് ഫസ്റ്റ് കോയിൽ ലൈസൻസ് സ്ലോട്ട് 1 സ്ലോട്ട് 6. അപ്പോൾ കോയിൽ സ്പാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആയിരിക്കും വരിക? 16 മൈനസ് 1 15 വരും. സ്ലോട്ട്സ് പെർ പോൾ 18 കോയിൽ സ്പാൻ 15 ആകുമ്പോഴത്തേക്ക് എംപ്റ്റി സ്ലോട്ട്സ് പറഞ്ഞാൽ നമ്മൾ ഡിഫറൻസ് ആയിരിക്കും നമ്പർ ഓഫ് എംപ്റ്റി സ്ലോട്ട്സ് അത്ര ആയിരിക്കും 3 കിട്ടും. Therefore ആൽഫ ഈസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും 180 ഇൻറ്റു നമ്പർ ഓഫ് എംപ്റ്റി സ്ലോട്ട്സ് 3 ഡിവൈഡഡ് ബൈ സ്ലോട്ട്സ് പെർ പോൾ. അപ്പോൾ നമുക്ക് 30 ഇത് കിട്ടും. ആൽഫ ഈസ് ഈക്വൽ ടു 30. നമുക്ക് ചോദിച്ചിരിക്കുന്നത് തേർഡ് ഹാർമോണിക് ആണ്. കോസ് ഓഫ് n ആൽഫ ബൈ 2. അപ്പോൾ ഈ ഷോർട്ട് പിച്ച് വൈൻഡിങ്ങിനോട് പ്രത്യേകതയാണ്. കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഹാർമോണിക്സ് അല്ലെ? ഹാർമോണിക്സിന് നമുക്ക് എന്ത് ഓർഡർ ഹാർമോണിക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ നമുക്ക് ഷോർട്ട് പിച്ച് വൈൻഡിങ്ങിനുണ്ട്. ഫുൾ പിച്ച് വൈൻഡിങ്ങിലാണെങ്കിൽ നമുക്ക് ആ ഒരു എന്തായിരിക്കും വരിക? ആ ഒരു പ്രൊവിഷൻ നമുക്ക് അവൈലബിൾ അല്ല. സോ ബൈ പ്രോപ്പർലി സെലക്ടിങ് ദ വാല്യൂ ഓഫ് ആൽഫ വി ക്യാൻ എലിമിനേറ്റ് എന്തായിരിക്കും വരിക? ദ ഓർഡർ ഓഫ് ഹാർമോണിക്സ് എന്ന് പറയാൻ പറ്റും. ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഓക്കെ. Which type of motor can be permanently coupled with heavy loads? നിങ്ങളുടെ KCBA ക്വസ്റ്റൻ ആണ്. അറിയാലോ. Which type of motor can be permanently coupled with heavy loads? ട്രാക്ഷൻ ഓർത്താൽ മതി. ആരായിരിക്കും വരിക? സീരീസ് മോട്ടർ ആണ് ആൻസർ എന്ന് പറയാം. ക്വസ്റ്റൻ നോക്കിയേ. 125 volt 50 hertz single phase transformer has a rated eddy current loss of 125 watt. അപ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും എഡി കറന്റ് ലോസ്. ഈ എഡി കറന്റ് ലോസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാര്യമായിട്ട് നോക്കണം കേട്ടോ. കാര്യം അത് കൺഫ്യൂസിംഗ് രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. മുന്നേ ചെയ്ത ഒരു ക്വസ്റ്റൻ ആണ്. ഇവിടെ നോക്കിയേ 125 വോൾട്ട് ഫസ്റ്റ് കേസിൽ വോൾട്ടേജ് V is equal to 125 വോൾട്ട് അല്ലെങ്കിൽ V1 is equal to 125 വോൾട്ട്, F1 is equal to 50 hertz. Has an eddy current loss of W1. W1 is equal to 125 watt. If the transformer is operated from 200 volt, V2 is equal to 200 volt, F2 is equal to 40 hertz, and no eddy current losses. ഇവിടെ നോക്കിയാൽ മുന്നത്തെ ആണെങ്കിൽ നമുക്കവിടെ വോൾട്ടേജ് കോൺസ്റ്റന്റ്. ഇവിടെ നമുക്ക് വോൾട്ടേജ് ഫസ്റ്റ് കേസിൽ വോൾട്ടേജ് 125 വോൾട്ടും സെക്കൻഡ് കേസിൽ വോൾട്ടേജ് എത്ര ആയിരിക്കും വരിക? വോൾട്ടേജ് 200 വോൾട്ടും ആണ്. അപ്പം രണ്ടും വോൾട്ടേജ് ഡിഫറൻ്റ് ആണ്, ഫ്രീക്വൻസി ഡിഫറൻ്റ് ആണ്. അപ്പൊ അങ്ങനെ കേസ് നമുക്ക് എന്തായിരിക്കും വരിക? നമ്മൾ നോക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരിക്കും വരിക? V/F റേഷ്യോ നോക്കണം. ഈ V/F റേഷ്യോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തായിരിക്കും വരിക? എഡി കറന്റ് ലോസ് പ്രൊപ്പോർഷൻ ടു ഇതായിരിക്കും ഫ്രീക്വൻസി സ്ക്വയർ. അതും അടുത്തത് V/F റേഷ്യോ നോട്ട് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണെങ്കിൽ എഡി കറന്റ് ലോസ് പ്രൊപ്പോർഷൻ ടു വോൾട്ടേജിന്റെ അല്ലെ? എഡി കറന്റ് ലോസ് പ്രൊപ്പോർഷൻ ടു വോൾട്ടേജ് സ്ക്വയർ നമുക്ക് പറയാൻ പറ്റും.
അത് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും പറയുന്നത്? ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇവിടെ നമുക്ക് വി ബൈ എഫ് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് കേസിൽ എത്ര വന്നേക്കുന്നത്? 125 ഡിവൈഡഡ് ബൈ, അല്ല എത്ര വരും? വി ബൈ എഫ് കേസ് വണ്ണിൽ വി ബൈ എഫ് വൺ ഈക്വൽ ടു എത്ര കിട്ടും? 125 ഡിവൈഡഡ് ബൈ 50. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 125 ഡിവൈഡഡ് ബൈ 50, ദാറ്റ് ഈസ് ഇക്വൽ 2.5 കിട്ടുന്നുണ്ട്. സെക്കൻഡ് കേസ് എന്തായിരിക്കും വരിക? വി ബൈ എഫ് കേസ് 2 എത്ര കിട്ടും? ദാറ്റ് ഈസ് ഇക്വൽ 200 ഡിവൈഡ് ബൈ 40, എത്ര കിട്ടും? നമുക്ക് 5 കിട്ടും. സോ വി ബൈ എഫ് എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും വരിക? ഹിയർ നമുക്ക് പറയാൻ പറ്റും വി ബൈ എഫ് ഈസ് നോട്ട് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അപ്പം നമുക്ക് പറയാൻ എന്തായിരിക്കും വരിക? എഡി കറന്റ് ലോസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജിന്റെ സ്ക്വയർ. അപ്പോൾ WE2 ഡിവൈഡഡ് ബൈ WE1 ഈസ് ഈക്വൽ ടു V2 ഡിവൈഡഡ് ബൈ V1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു WE2 കണ്ടുപിടിക്കണം. ഈസ് ഈക്വൽ ടു WE1 നമുക്ക് തന്നിട്ടുണ്ട് എത്ര? എഡി കറന്റ് ലോസിന്റെ 125 ഇൻറ്റു V2 എത്ര ആയിരിക്കും വരിക? 200 ഡിവൈഡഡ് ബൈ 125 ദ ഹോൾ സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 320 വാട്ട്സ് കിട്ടും. സോ ഓർത്ത് വയ്ക്കുക, ഓപ്ഷൻ ഡി ആയിരിക്കും വരുന്ന ആൻസർ. ഇവിടെ നമ്മൾ വി ബൈ എഫ് റേഷ്യോ വെച്ച് നോക്കിയിട്ടാണ് ചേർന്നത്. കാര്യം നമുക്കിവിടെ രണ്ടിനും വേരിയേഷൻ Hello. വോൾട്ടേജ് കിട്ടുന്നത്. സാർ ഈ ട്രാൻസ്ഫോമറിന് മാത്രമാണോ നമ്മൾ വി ബൈ എഫ് കോൺസ്റ്റന്റ് ആണോ നോക്കി അതെ ചെയ്യുന്നത്? അതെ 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 അതെ. ടു 125 ദാറ്റ് ഈസ് ഈക്വൽ ടു 320 വാട്ട്സ് നമുക്ക് അറ്റാഡ് കിട്ടും. അപ്പം V2 ബൈ V1 ഈസ് ഈക്വൽ ടു, നമ്മളിവിടെ നമ്മൾ നോക്കുന്നത് വെച്ചെന്തറിയോ? നമുക്ക് ട്രാൻസ്ഫോമറിന്റെ കേസിലാണ് നമുക്ക് ഈ രണ്ട് കണ്ടീഷൻസ് നമ്മൾ നോക്കുന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്തായിരിക്കും വരിക? വി ബൈ, അതായത് നമുക്ക് ഇവിടെ നമുക്ക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഫ്ലക്സ് ഡെൻസിറ്റിയുടെ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണം. ഫ്ലക്സ് ഡെൻസിറ്റിയുടെ വാല്യൂ കോൺസ്റ്റന്റ് അല്ലെങ്കിലാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്. ഫസ്റ്റ് കേസ് നോക്കിയപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റിയുടെ വാല്യൂ രണ്ട് കേസിലും വി ബൈ എഫ് എന്ന് പറയുന്ന വാല്യൂ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും എഡി കറന്റ് ലോസ് പറയുന്നതായിരിക്കും വരിക ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി സ്ക്വയർ ആണ്. ആ ഒരു വേരിയേഷൻ മാറിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എഡി കറന്റ് ലോസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജിന്റെ സ്ക്വയർ എന്ന് പറയാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കാനുള്ളത് രണ്ടിനും വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ വോൾട്ടേജ് മാറിയിട്ടുണ്ട്, ഇതായിരിക്കും വരിക. വോൾട്ടേജ് മാറിയിട്ടുണ്ട്, ഫ്രീക്വൻസിക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ ആ മുന്നേ ചെയ്ത പ്രോബ്ലത്തിനകത്ത് എന്തായിരിക്കും വരിക? മുന്നേ ചെയ്ത പ്രോബ്ലത്തിനകത്ത് നമ്മളിവിടെ നോക്കി ഈ കേസിനകത്ത് വോൾട്ടേജ് റിമെയിൻസ് സെയിം ആണ്. ഫസ്റ്റ് കേസിൽ 150 വോൾട്ട് ആണ്, സെക്കൻഡ് കേസിൽ 150 വോൾട്ട് ആണ്. ഫ്രീക്വൻസി മാത്രമേ മാറുള്ളൂ. അപ്പോഴത്തേക്ക് വേണ്ട കണ്ടീഷൻ എന്തായിരിക്കും വരിക? എഡി കറന്റ് ലോസ് എന്ന് പറയുന്നത്, ടോട്ടൽ അയൺ ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? അങ്ങനെ ആ ഒരു കണ്ടീഷനിൽ എഡി കറന്റ് ലോസ് റിമെയിൻസ് സെയിം, ഹിസ്റ്ററിസിസ് ലോസ് എന്തായിരിക്കും വരിക? ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ചിട്ട് ഹിസ്റ്ററിസിസ് ലോസ് കുറയും നമുക്ക് പറയാൻ പറ്റും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഡിഫറെന്റ് ആണ്. സോ ഇത് എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഈ ഒരു പാർട്ടിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ പറഞ്ഞോ, എന്താ പറയുന്നത്? ഐഡന്റിഫൈ ദ കറക്റ്റ് ആൻഡ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ദ ആർമേച്ചർ റിയാക്ഷൻ ആൻഡ് കമ്മ്യൂട്ടേഷൻ. പറയൂ അൻഷിത. ആരൊക്കെയുള്ളത്? ഒരെണ്ണം ഉണ്ടോ? അല്ലേ? അരുണ, ജീന, ഷഫീന. ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. ഓക്കെ, അപ്പൊ ഐഡന്റിഫൈ ദ കറക്റ്റ് ആൻഡ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ആർമേച്ചർ റിയാക്ഷൻ. 1 wrong ആണ്. Wrong, 2, 3 correct. In a DC motor, due to armature reaction, the shift in the magnetic neutral axis is in same direction. ആണോ? DC ജനറേറ്ററിലാണ് സെയിം ഡയറക്ഷൻ അല്ലെ? DC ജനറേറ്ററിലാണ് സെയിം ഡയറക്ഷൻ ഉള്ളത്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. The polarity of the interpole must be same as the next upcoming main pole in case of DC generator അല്ലെ? പോളാരിറ്റി ഇന്റർപോൾ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് പോളിനിടയിൽ വയ്ക്കുന്ന പോളാണ്. നമ്മളറിയാലോ ഇന്റർപോൾ എന്ന് പറയുന്നത്. ഇന്റർപോൾ എന്ന് പറയുന്നപ്പം അതിന്റെ പൊളാരിറ്റി എങ്ങനെ ആയിരിക്കും വരിക? ഇത് ജനറേറ്റർ ആണെങ്കിൽ ജനറേറ്ററിന്റെ നോർത്ത് പോള് സൗത്ത് പോൾ ആണെങ്കിൽ, ഇത് ജനറേറ്ററിന്റെ നോർത്ത് പോള് മറ്റേതും സൗത്ത് പോൾ ആണെങ്കിൽ ഇതായിരിക്കും വരിക. വാട്ട് ഈസ് ദ പൊളാരിറ്റി ഓഫ് ഇന്റർപോൾ? ദ പൊളാരിറ്റി ഓഫ് ഇതാണ് നമ്മുടെ ഇന്റർപോൾ എങ്കിൽ അല്ലെ? ഇതാണ് നമ്മുടെ ഇന്റർപോൾ ആണെങ്കിൽ ദ പൊളാരിറ്റി ഓഫ് ദ ഇന്റർപോൾ മസ്റ്റ് ബി സെയിം പൊളാരിറ്റി. ഇതെന്തായിരിക്കും വരിക? ജനറേറ്ററിന്റെ കേസ് ആണെങ്കിൽ സൗത്ത് ആയിരിക്കും. ഞാൻ പറഞ്ഞ the polarity of the interpole must be of the same polarity as the next upcoming pole. ഇതിന്റെ നെക്സ്റ്റ് അപ്കമിങ് പോൾ സൗത്ത് ആണ്. ഇതിന്റെ അപ്കമിങ് പോളിന്റെയും ഈ പൊളാരിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ അത് കറക്റ്റ് ആണ്. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ക്യാൻസൽ ദ ആർമേച്ചർ റിയാക്ഷൻ ഒക്കെ. ബട്ട് L into di by dt, L into di by dt എന്ന് പറയുന്നത് നത്തിങ് ബട്ട് എന്തായിരിക്കും വരിക? റിയാക്ടൻസ് വോൾട്ടേജ് ആണ്. റിയാക്ടൻസ് വോൾട്ടേജിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ആരായിരിക്കും വരിക? അത് ഇന്റർപോൾ ആണ് ചെയ്യുന്നത്. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ചെയ്യണ്ട. അപ്പം അതാ പറഞ്ഞത്, the compensating winding cancel the armature reaction effect but not the L into di by dt effect. ഇതൊന്നും ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ അസിസ്റ്റന്റ് പോളിക്ക് ചോദിച്ച, അസിസ്റ്റന്റ് പോളി അല്ല, അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ നിങ്ങൾ ഓർത്ത് വയ്ക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് ടൈം നമുക്ക് ആവശ്യമുണ്ട്. നമുക്കിത് അടുത്ത സെഷനിൽ നമുക്ക് നോക്കാം. ഓക്കെ,
The synchronizing torque or stiffness coefficient of coupling in a synchronous machine increases with the load angle delta. ആണോ? എന്തായിരിക്കും പറയുന്നത്? എന്താണ് നമ്മളുടെ synchronizing coefficient equation എന്താ? dp divided by d delta. P എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? P is equal to P max into sin delta ആണ് അല്ലെ? അങ്ങനല്ലേ നല്ലത്. P is equal to നമ്മൾ EV by XS into sin delta ആണ്. When delta is equal to 90 degree ആകുമ്പോഴത്തേക്കും സംഭവിക്കും. When delta is equal to 90 degree കൊടുക്കുമ്പോഴത്തേക്കും സംഭവിക്കും. Power is equal to P is equal to P max ആവും. P max is equal to EV by XS. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുമ്പോൾ നമുക്ക് P is equal to P max into sin delta എന്ന് പറയാൻ പറ്റും. അപ്പം ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. അത് പിയുടെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് എന്ത് പറയുന്നത്? സ്റ്റിഫ്നെസ് കോഎഫിഷ്യന്റ്. അപ്പൊ എന്തായിരിക്കും വരിക? therefore dp by d delta that is equal to P max into cos delta ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ സ്റ്റിഫ്നെസ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് അഥവാ സ്റ്റിഫ്നെസ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. എന്തായിരിക്കും വരിക? അത് ഇൻക്രീസസ് വിത്ത് ലോഡ് ആംഗിൾ ഡെൽറ്റ അല്ല. അതെന്തായിരിക്കും? ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് സ്റ്റിഫ്നെസ് കോഎഫിഷ്യന്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് കോസ് ഡെൽറ്റ ആണ്. ഡെൽറ്റ കൂടുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? dp by d ഡെൽറ്റയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഇൻക്രീസസ് അല്ല. സോ ഈ ഓപ്ഷൻ തെറ്റാണ്. The steady state limit or maximum power transfer occurs in cylindrical rotor and salient pole machine occurs at an angle delta is equal to 90 degree. Cylindrical delta is equal to 90 degree ആണ്. പക്ഷേ salient pole at an angle less than 90 degree ആണ്. So option 1 and 2 both are incorrect. So ഇതും നിങ്ങളുടെ അസിസ്റ്റന്റ് AP എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഡൗട്ട് ഇല്ല എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് JB ഗുപ്തയുടെ ടെക്സ്റ്റ് നല്ലതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് പുള്ളി. നമ്മളുടെ നോട്ടിലും കിടപ്പുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. വൈൻഡിങ് നമുക്ക് ഇനി കുറച്ച് പഠിക്കാനുണ്ട്. നമുക്ക് അടുത്ത എന്താ പറയാ സെഷനിൽ കറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. കാര്യം വൈൻഡിങ്ങും കുറച്ച് ഒരു ടേബിൾ ഞാൻ തരാം. അത് നമ്മൾ വൈൻഡിങ് കൊണ്ടിരുന്നാലേ ടൈം നമുക്ക് കുറച്ച് കൺസ്യൂം ആവും. നമുക്ക് നോക്കാം. Which one of the following is the primary reason for placing field on rotor in an arm alternate? അതും ആ JB ഗുപ്തയുടെ ടെക്സ്റ്റിൽ 8 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിയേ എന്തുകൊണ്ടാണ് നമ്മൾ സാലിയന്റ് പോൾ നമ്മൾ ആൾട്ടർനേറ്ററിൽ നമ്മൾ ഫീൽഡിന് എന്തായിരിക്കും പറയുന്നത്? പ്രൈമറി റീസൺ ഫോർ പ്ലേസിംഗ് ഫീൽഡ് ഓൺ റോട്ടറിന് നമ്മൾ ഫീൽഡ് നമ്മൾ റോട്ടർ എടുക്കാനുള്ള കാര്യം എന്താണ്? അല്ലെങ്കിൽ സ്റ്റേഷനറി അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റേഷനറി ആർമേച്ചർ അതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും വരിക? ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായിരിക്കും വരിക? നമുക്ക് കൂൾ ചെയ്യാൻ പറ്റും അല്ലെ? പ്രോപ്പർ കൂളിംഗ് എടുക്കാൻ പറ്റും. പിന്നെ എന്തായിരിക്കും വരിക? സ്ലിപ്പ് റിങ്ങിന്റെ എണ്ണം വളരെ കുറച്ച് മതി അല്ലെ? അങ്ങനെ സ്റ്റേഷനറി ആർമേച്ചർ ആണെങ്കിൽ 2 നമ്പർ ഓഫ് സ്ലിപ്പ് റിങ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് കൂളിംഗ് പ്രോപ്പർ ആയിട്ട് പറ്റും. പിന്നെ എന്തായിരിക്കും വരിക? ഇൻസുലേഷൻ ആണ്. അതാണ് മേജർ റീസൺ. അതാണ് പറഞ്ഞത്. നമുക്ക് സ്റ്റേഷനറി ആർമേച്ചറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പർ ആയിട്ട് നമുക്ക് ഇൻസുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം one of the following is a primary reason എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഇൻസുലേഷൻ ഓഫ് ഹൈ വോൾട്ടേജ് ഇസ് മെയ്ഡ് ഈസി ഓൺ ദ സ്റ്റേറ്റർ ദാൻ ഓൺ റോട്ടർ അല്ലെ? നമുക്ക് ഇൻസുലേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സ്റ്റേഷനറി ആർമേച്ചറിൽ ഹൈ വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പർ ആയിട്ട് ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ അതാണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ അത് ആ ഒരു 5-6 പോയിന്റ്സ് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക. Which one of the following is employed for starting up a 3-phase synchronous motor? 3-phase synchronous motor പഠിച്ചു വയ്ക്കുക. നമുക്കറിയാം എന്തായിരിക്കും വരിക? ഡാമ്പർ വൈൻഡിങ് ഇൻ കണ്ടീഷൻ വിത്ത് സ്റ്റാർ ഡെൽറ്റ ഓർ an auto transformer start. സോ ഓപ്ഷൻ ഡി ആണ്. മെത്തേഡ് ഓഫ് സിങ്ക്രണസ് മോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് സ്റ്റാർട്ടിങ് അല്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് ദ ഇനേർഷ്യ ഓഫ് ദ റോട്ടർ ഇനേർഷ്യ കൊണ്ടിട്ട് എന്തായിരിക്കും വരിക? സിങ്ക്രണസ് മോട്ടർ സെൽഫ് സ്റ്റാർട്ടിങ് അല്ല. സോ അതിനെ നമുക്ക് സെൽഫ് സ്റ്റാർട്ടിങ്ങിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് നമ്മൾ ഡാമ്പർ വൈൻഡിങ് ആണ്. ഡാമ്പർ വൈൻഡിങ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തന്നെ ഫണ്ടിങ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നെ എന്തായിരിക്കും വരിക? നമുക്ക് സ്റ്റാർട്ടിങ് ടോർക്ക് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിന്റെ കറക്റ്റ് ആൻസർ ആണ് ഡാമ്പർ വൈൻഡിങ് ഇൻ കണ്ടീഷൻ വിത്ത് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഓർ an auto transformer start. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് വരുന്ന ആൻസർ. To the following material of a slip ring in an induction machine ഏതായിരിക്കും വരിക? സ്ലിപ്പ് റിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഫോസ്ഫർ ബ്രോൺസ് ആണ്. ഇത് നിങ്ങളുടെ എക്സാമിന് ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. ഈ പിന്നെ KCB ബൈ ട്രാൻസ്ഫർ എക്സാമിന് ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ്. ദ ഫോളോയിങ് മെറ്റീരിയൽ ഓഫ് എ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ. സ്ലിപ്പ് റിംഗിന്റെ മെറ്റീരിയൽ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? അതായിരിക്കും വരിക ഫോസ്ഫർ ബ്രോൺസ് ആണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. 500 HP 6-pole 3-phase 440 volt 50 Hz induction machine has a speed of എത്ര തന്നിരിക്കുന്നത്?
n is equal to നമുക്ക് തന്നിട്ടുണ്ട് എത്ര 950 RPM on full load. The full load slip and the number of cycles the rotor takes per minute will be respectively. എങ്ങനെ ആയിരിക്കും നമുക്ക് ചെയ്യാം? നമുക്ക് അതായത് നമ്പർ ഓഫ് സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ റോട്ടർ ഫ്രീക്വൻസി ആണ്. നമ്പർ ഓഫ് സൈക്കിൾസ് ഓഫ് ദ റോട്ടർ പറയുന്ന എഫ് ഡാഷ് ആണ് ചോദിച്ചിരിക്കുന്നത്. എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? എസ് ഇൻറ്റു എഫ് ആണ്. നമുക്ക് പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഇനി സ്ലിപ്പ് ചോദിച്ചിട്ടുണ്ട് അല്ലേ? സ്ലിപ്പിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എസ് ഈസ് ഈക്വൽ ടു എൻ എസ് മൈനസ് എൻ ഡിവൈഡഡ് ബൈ എൻ എസ് ആണ്. നമുക്ക് ഇവിടെ നമുക്ക് 6 എൻ എസ് എത്ര ആയിരിക്കും വരിക? എൻ എസ് 1000 ആയിരിക്കും വരിക അല്ലേ? എൻ എസ് ഈസ് ഈക്വൽ ടു 1000 വരും. എൻ ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? നമുക്ക് എൻ ഈസ് ഈക്വൽ ടു 950 RPM കിട്ടും. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്ലിപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫുൾ ലോഡ് സ്ലിപ്പിന്റെ ആൻസർ കിട്ടും. പിന്നെ നമ്പർ ഓഫ് സൈക്കിൾസ് ഓഫ് റോട്ടർ വോൾട്ടേജ്. അപ്പോൾ എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു എഫ് ആണ് സ്ലിപ്പ്. ഈ സ്ലിപ്പിനെ നമ്മൾ ഫ്രീക്വൻസി വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റോട്ടർ ഫ്രീക്വൻസി കിട്ടും. റോട്ടർ ഫ്രീക്വൻസി സൈക്കിൾസ് പെർ സെക്കൻഡ് അല്ല ചോദിച്ചിരിക്കുന്നത്, പെർ മിനിറ്റ് ആണ്. സോ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എഴുതുക. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ സിമ്പിൾ ഇക്വേഷൻ ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. കാര്യം ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? നമുക്ക് സ്ലിപ്പിന്റെ ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു എൻ എസ് മൈനസ് എൻ ഡിവൈഡഡ് ബൈ എൻ എസ് സ്ലിപ്പിന്റെ ഇക്വേഷൻ. ആൻഡ് എഫ് ഡാഷ് ഈസ് ഈക്വൽ റോട്ടർ ഫ്രീക്വൻസി എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു എഫ് ആണ്. ഇതിനകത്തറിയാം എൻ എസിന്റെ ഇക്വേഷൻ 120 f by p അല്ലെ? ആ സിഗ്നൽ സ്പീഡ് എൻ എത്ര തന്നിട്ടുണ്ട്? എൻ 950 തന്നിട്ടുണ്ട്. അപ്പം അതിന് ചെയ്യുമ്പോൾ നമുക്ക് സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പ് എടുത്ത് വേർബിലിറ്റി കൊടുത്തിട്ട് ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് 50 ഹെർട്സ് കിട്ടും. 50 ഹെർട്സ് തന്നിട്ടുണ്ടല്ലേ? പിന്നെ എന്തായിരിക്കും വരിക? പിന്നെ അതിനകത്ത് നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അതിനെ പെർ മിനിറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാം. നമ്മൾ ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുവാനാണ്. The core flux in of a transformer with the core flux of a particular transformer with a resistive load. എന്തായിരിക്കും വരിക? കോർ ഫ്ലക്സ് ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം കോർ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി എ കോൺസ്റ്റന്റ് ട്രാൻസ്ഫോമർ ഈസ് എ കോൺസ്റ്റന്റ് ഫ്ലക്സ് ഡിവൈസ് ആണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ദ കോർ ഫ്ലക്സ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് സ്ട്രിക്ട്ലി എ കോൺസ്റ്റന്റ് വിത്ത് ലോഡ് ചേഞ്ചസ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The primary advantage of a salient pole rotor in alternator, അതായത് അഡ്വാൻറ്റേജ് ഓഫ് സാലിയന്റ് പോൾ എന്തായിരിക്കും പറയുന്നത്? നമുക്കറിയാം സാലിയന്റ് പോൾ ഉണ്ട്, സിലിണ്ടറിക്കൽ പോൾ ഉണ്ട്. അപ്പം അതിനെ നോക്കി ഹയർ എഫിഷ്യൻസി അറ്റ് ഹൈ സ്പീഡ്, അത് തന്നെ തെറ്റാണ്. കാര്യം ഒരു സാലിയന്റ് പോൾ ഇസ് എ ലോ സ്പീഡ് മെഷീൻ. അതുകൊണ്ടാണ് നമ്മൾ അവനെ ഇവിടെ ഉപയോഗിക്കുന്നത് ഹൈഡ്രോ പവർ പ്ലാന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈസ് ഓഫ് മാനുഫാക്ചർ ആൻഡ് മെയിൻ്റനൻസ് വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം അതിന്റെ ഇതായിരിക്കും വരുന്നത്, അതിന്റെ D/L അല്ലെ? D/L എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 to 7 ഡയമീറ്റർ കൂടുതലാണ്. അതുകൊണ്ട് അതിനെ മെയിൻറ്റെയിൻസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ലോവർ മെക്കാനിക്കൽ സ്ട്രെസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അവന് കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഹൈ സ്പീഡായിട്ട് നമുക്ക് കറക്കാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ കറക്കാൻ പോയി കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് വന്നിട്ട് എന്ത് ചെയ്യും? പോളിനെ ഡിസ്ലൊക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ഹൈ സ്റ്റെബിലിറ്റി കൂടുതലാണ്. ആരായിരിക്കും? സാലിയന്റ് പോൾ റോട്ടർ എന്ന് പറഞ്ഞാൽ ഓർത്ത് വയ്ക്കുക. ഓക്കെ. The critical speed of a DC generator is defined as speed at which. Critical speed എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? നമുക്കറിയാം DC ജനറേറ്ററിനകത്ത് വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്തായിരിക്കും? There should be some residual magnetism ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് ഫീൽഡ് വൈൻഡിങ് ആൻഡ് ആർമേച്ചർ should be controlled with the proper polarity ആയിരിക്കണം അല്ലെ? മൂന്നാമതായിരിക്കും വരിക ഒരു ഷണ്ട് മെഷീൻ ആണെങ്കിൽ ഇതായിരിക്കും വരിക ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് അല്ലെ? ദ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് ഷുഡ് ബി ലെസ് ദാൻ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ആയിരിക്കണം. നാലാമത്തത് ദ സ്പീഡ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ സ്പീഡ് ആയിരിക്കണം. അപ്പം ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്കറിയാൻ പറ്റും ജനറേറ്ററിനകത്ത് വോൾട്ടേജ് സെൽഫ് എക്സൈറ്റഡ് മെഷീനകത്ത് വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യും. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ദ സ്പീഡ് ഓഫ് എ DC മെഷീൻ ഇസ് ഡിഫൈൻഡ് ആസ് എ സ്പീഡ് അറ്റ് വിച്ച്. ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്നതായിരിക്കും വരിക അറ്റ് വിച്ച്. ആ ക്രിട്ടിക്കൽ സ്പീഡിനെ കാട്ടിയും എബവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് നമ്മുടെ മെഷീനിൽ വോൾട്ടേജ് ബിൽഡപ്പ് ആവത്തുള്ളൂ. അറ്റ് ക്രിട്ടിക്കൽ സ്പീഡ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആൻസർ എന്തായിരിക്കും വരിക? ദ ക്രിട്ടിക്കൽ സ്പീഡ് ഓഫ് എ DC generator is defined as a speed at which the generator voltage drops to 0. When we rotate the speed above critical speed എന്നായിരിക്കും നമുക്ക് എന്തായിരിക്കും? നമുക്ക് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. The function of a commutator in a DC generator is to എന്തായിരിക്കും വരിക? ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് അല്ലെ? ഓർത്ത് വയ്ക്കാം. A DC generator is said to be overcompounded. എന്തായിരിക്കും വരിക? P greater than E. അതായത് ടെർമിനൽ വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ ദാൻ ജനറേറ്റർ വോൾട്ടേജ് ആകുമ്പോഴത്തേക്കായിരിക്കും ഓവർ കോമ്പൗണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. വിച്ച് പാരാമീറ്റർ ഡസ് നോട്ട് അഫക്ട് ദ റെഗുലേഷൻ ഓഫ് ദ ട്രാൻസ്ഫോമർ. ലോഡ് നമുക്കറിയാം എന്തായിരിക്കും വരിക? റെഗുലേഷൻ ഇൻഡിക്കേഷൻ I2 cos phi into I2 R2 into cos phi അല്ലെ? പ്ലസ് ഓർ മൈനസ് I2 x0 to sin phi ഡിവൈഡഡ് ബൈ V2 ആണ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പവർ പാറ്റേൺ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എന്തായിരിക്കും വൈൻഡിങ്